വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇപ്പോൾ MG റോഡ് ഉപരോധിച്ചുകൊണ്ട് ആശമാർ സമരം ഉപരോധിക്കുകയാണ്. അവരുടെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ന് നടന്ന ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ ഉണ്ടാകാത്ത ഒരു പുരോഗതി ഇന്ന് നടന്ന ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി അടക്കം അവകാശപ്പെടുന്ന കാര്യം. എന്നാൽ അങ്ങനെയല്ല, മന്ത്രി മുന്നോട്ട് വെച്ച ഫോർമുലയൊന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല സമരസമിതി. അവർ പൂർണ്ണ അതൃപ്തരാണ് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സമരം കൂടുതൽ ശക്തമാവുകയാണ്. ഇനിയുള്ള ആശമാരുടെ നീക്കം ഏത് തരത്തിലായിരിക്കും? നാളെയും ചർച്ച നടക്കുമെന്നുള്ളത് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇന്ന് 1 രൂപ പോലും കൂട്ടാൻ തയ്യാറാകാത്ത തരത്തിലുള്ള നടപടി സ്വീകരിച്ച പശ്ചാത്തലത്തിൽ നാളെ നടക്കാൻ പോകുന്ന സമരത്തിൽ ഇവർ പങ്കെടുക്കുമോ? ഇത് സമരം ഒത്തുതീർക്കാൻ നടന്ന ചർച്ച അത് പരാജയം എന്ന് തന്നെ പറയാം. കാരണം ഒരു കമ്മിറ്റി രൂപീകരിക്കുക എന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷെ അതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ സമരക്കാരുള്ളത്. ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ചെറിയൊരു വർധന പോലും സമ്മതിക്കുന്നില്ല. കമ്മിറ്റി രൂപീകരിക്കാമെന്ന കാര്യമാണ് പറയുന്നത്. 3000 രൂപ വർദ്ധിപ്പിക്കാമെന്നെങ്കിലും ഞങ്ങൾ 29,000 ഡിമാൻഡ്. 3000 രൂപ വർദ്ധിപ്പിച്ച് 17,000 ചോദിക്കുമ്പോൾ പകുതിയിൽ താഴെ ചോദിച്ചിട്ട് പോലും ഒരു മറുപടി ഇല്ല എന്നുള്ളതാണ്. അതിന് പോലും കമ്മിറ്റി വെക്കണമെന്നാണ് പറഞ്ഞത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ ഈ സമരം തുടരാൻ തന്നെയാണോ? സമരം അത് ശക്തമായി തുടരും. ആരോഗ്യമന്ത്രിയുടെ രാജിയാണ് ഇന്നിപ്പോൾ മുദ്രാവാക്യമായി ഉയർന്നു കേൾക്കുന്നത്. ഞങ്ങളിവിടെ മുദ്രാവാക്യം വിളിക്കുന്നത് ഞങ്ങളുടെ ഡിമാൻഡ് ചെയ്യണമെന്നാണ്. അത് ആശമാർ വിളിക്കുന്നുണ്ട്. അവിടെ വൈകാരിക പ്രകടനം മാത്രമാണ്. ഈ ധനമന്ത്രി 2 മിനിറ്റ് മാത്രമാണ് സംസാരിച്ചത്. ധനമന്ത്രിക്ക് പാർട്ടി കോൺഗ്രസിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുത്തത്. അതുകൊണ്ട് 2 മിനിറ്റ് ആരോഗ്യമന്ത്രി വിളിച്ച് ചർച്ച നടക്കട്ടെ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഈ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ഞങ്ങൾ ഇവിടെ എണീറ്റ് പോവില്ല. അങ്ങനെ മന്ത്രി സൂചിച്ച് അവിടെ ഇരിക്കണ്ട. നേരം വെളുത്താലും ഞങ്ങൾ ഇവിടെ എണീക്കില്ല. ഇവിടെ തന്നെ കിടക്കും. ഞങ്ങൾക്ക് ആഹാരം വേണ്ട, വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. ഒന്ന് തീരുമ്പോ മന്ത്രി തനിയെ ഇവിടെ എത്തും. ഈ ആരോഗ്യമന്ത്രി നീതി കാണിക്കുന്നില്ല. ആരോഗ്യമന്ത്രി നീതി കാണിക്കില്ല. ആരോഗ്യമന്ത്രി ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. പറ്റിച്ച് ഞങ്ങളെ നാണം കെടുത്തണേ. ആരോഗ്യ വകുപ്പിന് വേണ്ടി ജോലി ചെയ്തിട്ട് ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുന്നതല്ലാതെ ആരോഗ്യമന്ത്രി എന്തോന്ന് നീതി ഞങ്ങൾക്ക് കാണിച്ച്? ഒരു നീതിയും കാണിച്ചിട്ടില്ല. തുടരും. ആരോഗ്യമന്ത്രിയെ വാർത്ത വായിച്ചുകൊണ്ടിരുന്നതാണ്. അവർക്ക് ഹെൽത്തിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞു എങ്കിൽ ഞങ്ങളെ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിത് വിജയം വരെ ഞങ്ങളിത് ചെയ്തല്ലേ പറഞ്ഞു. നമുക്ക് ജീവിക്കണ്ടേ? 2 മാസമാവാൻ പോവുകയാണ് സമരം. ഇപ്പോഴും സർക്കാർ അനുകൂലമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പൊ ഈ സമരം തുടരാൻ തന്നെയാണോ? തീർച്ചയായും. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഇവര് പറഞ്ഞ കേട്ടോണ്ട് ഇറങ്ങി പോണോ? ഞങ്ങൾ 53 ദിവസമായി ഞങ്ങൾ വീട് ഉപേക്ഷിച്ച് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ന്യായം കിട്ടും, നാളെ നീതി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെന്തോന്ന് പറ്റിക്കണ? ഞങ്ങളെ പറ്റിക്കുന്ന ഞങ്ങൾ സ്ത്രീകളല്ലേ ഈ തെരുവിൽ കിടക്കുന്നത്? ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയല്ലേ? അവര് ബാൻഡ് കേസിന്റെ മുമ്പേ കിടക്കുന്നത്. ഞങ്ങൾ ഈ വെയിലത്ത് മഴയത്ത് ഇവിടെ കിടക്കുന്നു. ഞങ്ങൾ കളഞ്ഞിട്ട് പോണോ? മന്ത്രിയാണോ? മന്ത്രി പഠിച്ചിട്ട് വന്നിട്ട് ഇരിക്കാൻ പറയേ. മന്ത്രി പഠിക്കാൻ പറയാ. ആദ്യം മന്ത്രിസ്ഥാനം എന്തെന്ന് ആദ്യം പഠിക്കട്ടെ ആരോഗ്യമന്ത്രി. എന്നിട്ട് വന്ന് നീതി പുലർത്തണം. തീർച്ചയായിട്ടും 60 ദിവസം ഇനി ഒരു കമ്മീഷൻ വെച്ച് പഠിച്ചിട്ടാണ് ഇനി പൈസ കൂട്ടാൻ. പഠിക്കാനായിട്ട് കമ്മീഷനെ വച്ചേക്കാത്തൊന്നും നേരത്തെ ഇനിയാണോ പഠിക്കാതിരിക്കണത്? കമ്മീഷനെ വെച്ചാലേ ആരോഗ്യമന്ത്രിക്ക് അറിയാവോ ഞങ്ങളെ കാര്യങ്ങൾ? എന്തിനാ കമ്മീഷനെ വെക്കണം? ഇനി ഇവിടെ വന്ന് ചർച്ച ചെയ്ത് 3 പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു. ഈ നിലയ്ക്ക് സമരം ശക്തമായി തുടരാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. ആര്യ,
തീർച്ചയായും വി വിനോദാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. MG റോഡ് ഉപരോധിച്ചുകൊണ്ട് ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ് ആശമാർ. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലും അവർക്ക് അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടാകാത്തതാണ് അവരെ ഇത്രത്തോളം വികാരഭരിതരാക്കിക്കൊണ്ട് വീണ്ടും സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി ചർച്ചയ്ക്കായി മന്ത്രിയുടെ അടുത്തേക്ക് പോകില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കുകയാണ്. ഇനി മന്ത്രി ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരട്ടെ, ഈ തെരുവിലേക്ക് വരട്ടെ എന്നുള്ളതാണ് അവർ ആഹ്വാനം ചെയ്യുന്നത്. എന്തായാലും ഇത്തരത്തിൽ വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. ₹1 പോലും ഓണറേറിയം കൂട്ടാം എന്നുള്ള അവരുടെ ആവശ്യത്തിന് മേൽ ₹1 പോലും കൂട്ടാം എന്നുള്ള ഒരു ഉറപ്പ് ഇന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതാണ് അവരെ ഇത്രത്തോളം വിഷമിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ജീവിത പ്രശ്നമാണ്. അതൊരു കമ്മീഷനെ വെച്ച് പഠിച്ചതിന് ശേഷം തീരുമാനിക്കാം എന്ന് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ യാതൊരു വിധത്തിലും മാനിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള പ്രതികരണമാണ് ആശമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഗതാഗതം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ് അവർ. ഈ തെരുവിൽ തന്നെ തുടരും. സമരം ഇനി വരുന്ന ദിവസങ്ങളിലും കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആശമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആശമാരുടെ റോഡ് ഉപരോധം തുടരുകയാണ്.